ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ റീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള രണ്ട് സുന്ദരി കുട്ടികളായിട്ടുള്ള ജീറ്റോ പാസഞ്ചർ പ്രൈവറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കൊള്ളിട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് നമ്മൾ വരും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. എന്നാൽ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്നിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. രണ്ടും പ്രൈവറ്റിൽ ഗ്ലാസ് ഇട്ട വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ആവശ്യമുള്ളവർ ഈ വീഡിയോ കണ്ട് ഫുൾ ഏകദേശം കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോകാം. വണ്ടിയുള്ള ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരിയാണ് കേട്ടോ. മൊറയൂരാണ് നമ്മളെ ഷോപ്പ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോക്ക് പോകാം. ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 മോഡൽ ഒക്ടോബർ മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതേമാതിരി ഇൻഷുറൻസ് വരുന്നത് 2026 ഏപ്രിൽ വരെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത്. അതേമാതിരി സ്റ്റിക്കർ വർക്ക്, അതേമാതിരി വീൽ കപ്പ് 4 നല്ല ഫസ്റ്റ് കേസ്, ടയർ, സീറ്റ് കവർ എല്ലാ ഭാഗവും ക്ലിയർ ആണ് കേട്ടോ. അതേമാതിരി ഇതിൻ്റെ സൈഡ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ ഈ മാക്സിമോൻ്റെ ഒക്കെ ബാക്കിൽ നീക്കണ ഗ്ലാസ് ഒക്കെ ഇല്ലേ, അതേമാതിരിയാണ് ഇതിൻ്റെ സൈഡ് ഗ്ലാസ് രണ്ട് സൈഡും കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ബാക്കത്തെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഫുൾ ഡോർ ആക്കിയിട്ടില്ല, ഹാഫ് ഡോർ തന്നെയാണ്. നമ്മളെ കർട്ടനുള്ള ഭാഗം ഡോറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഭാഗങ്ങൾ ഒക്കെ ലോക്കാണ് കേട്ടോ. നമുക്ക് ഒരു അടച്ചുറപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സൈഡിൽ നമ്മൾ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പിന്നെ ഇതിൻ്റെ സൈഡ് ഗ്ലാസ് കണ്ടില്ലേ, നമ്മളെ നീക്കണ ഗ്ലാസ്സാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതേമാതിരി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അത് നല്ല ലെതറിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിൽ മാറ്റ്, പിന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തുരുമ്പൊന്നുമില്ല. കമ്പനി സീറ്റാണ് ബാക്കും മുന്നൊക്കെ ഉള്ളത് കേട്ടോ. ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിലും കമ്പനി സീറ്റ് കവർ, അതേമാതിരി സീറ്റ് ഒക്കെ അത് തന്നെയാണ്. സീറ്റ് കവർ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. അതേമാതിരി ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്ലിയറാണ്. ഇൻറ്റീരിയർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ടച്ചപ്പ് പോളിഷ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. പ്ലാറ്റ്ഫോമൊക്കെ ഫുള്ള് ക്ലിയറാണ്. 2017 മോഡൽ ഒക്ടോബർ മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടി. ഈ സൈഡത്തെ ടയർ ഇതാ നോക്കിയാൽ മതി, ഫസ്റ്റ് കേസ് ടയറാണ്. ഒരു പകുതിയിലേറെ ഓടാനുള്ള ടയർ ഒക്കെ ഉണ്ട് കേട്ടോ. അതേമാതിരി 4 പുതിയ വീൽ കപ്പ് ഉണ്ട്. എൻജിനും ഗിയർ ബോക്സൊക്കെ നല്ല ക്ലിയർ തന്നെയാണ് കേട്ടോ. ഞാൻ അത് കൂടുതൽ ആൾക്കാർ പറയലുണ്ട്, എന്താ വണ്ടി ഓടൂലേ, എൻജിൻ്റെ കാര്യങ്ങളൊന്നും പറയണില്ല. എൻജിനും ക്ലിയർ ഉള്ള വണ്ടി നമ്മളിവിടെ വിൽക്കാൻ വെക്കലുള്ളൂ. പിന്നെ ജീട്ടോ ആണ്. ജീട്ടോൻ്റെ കാര്യങ്ങൾ, ജീട്ടോനെ പറ്റി അറിയണ ആൾക്കാർക്ക് അറിയാം. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണി വരുന്നതാണ് മെയിൻ വിഷയം വരുന്നത്. അതിനുള്ള സൊല്യൂഷനും ആൾക്കാരുടെ അടുത്തുണ്ട്. ഇതിൻ്റെ LED വയറിങ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാലും നല്ല ക്ലിയർ ആവും വണ്ടി. പിന്നെ ഈ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ്. ടയറൊക്കെ ഒരു പകുതിയിലേറെ ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ. പകുതിയിലേറെ ഓടാനുള്ള ഫ്രണ്ട് ടയർ ഉണ്ട്. അതേമാതിരി ഈ സൈഡിലെ സ്റ്റിക്കറൊക്കെ കൊടുത്തത് നമ്മൾ ഏകദേശം എല്ലാ വണ്ടിക്കും നമ്മൾ കൊടുക്കണതാണ്. ഇതുപോലത്തെ സ്റ്റിക്കർ വണ്ടിക്ക് ഭയങ്കര ഷോ ആണ്. ഇതുപോലത്തെ സ്റ്റിക്കർ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സ്റ്റിക്കറാണ്. വില നമ്മൾ ആവശ്യപ്പെടുന്നത് 3,45,000 റുപ്യാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കമ്മിയായിട്ട് കൊടുക്കുക. 2017 മോഡൽ ഒക്ടോബർ മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. നമ്മൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ടാണ്, ഫുൾ ക്ലിയർ ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ വില ചോദിക്കുന്നത്. അതിൽ നമുക്ക് നെഗോഷ്യബിൾ റേറ്റാണ്. ഇവിടെ വന്ന് നമുക്ക് വണ്ടി കണ്ട് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബാർഗനിങ്ങിൽ നമ്മൾ കമ്മിയാക്കി കൊടുക്കുന്നതാണ്. നമ്മളെ ഫിക്സഡ് റേറ്റ് അല്ല കേട്ടോ, ഒരിക്കലും ഫിക്സഡ് റേറ്റ് അല്ല. കൂടുതൽ ആൾക്കാരും കമൻറ്റിൽ ഏറിയൽ അതാണ് വില കൂടുതലാണെന്ന് പറയും. ഇവിടെ വന്ന് സംസാരിച്ച് വണ്ടി എടുത്തോൽക്ക് അറിയാം നമ്മൾ കമ്മിയാക്കി കൊടുക്കോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം റുപ്യ 2.25 ലക്ഷം റുപ്യ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ. ശ്രീറാമിലൊക്കെയാണ് മാക്സിമം ഇതിന് ലോൺ ചെയ്യാൻ കഴിയുക. ശ്രീറാം അതേമാതിരി ചോള ഫിനാൻസൊക്കെ നമുക്ക് മാക്സിമം 2-2.25 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഈ വണ്ടിമേ. ഇനി സേട്ടു ഫിനാൻസ് ആണെങ്കിൽ ഏകദേശം 2 ലക്ഷം റുപ്യൊക്കെ നമ്മളെ ജില്ലയും നമ്മളെ അടുത്തുള്ള ജില്ലകൾക്കും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. അതിന് സിവിലിൻ്റെ ഒന്നും പ്രശ്നമില്ല. ആധാർ കാർഡും 2 ഫോട്ടോയും അതേമാതിരി 2 ചെക്കും മാത്രം മതി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത വണ്ടി നമുക്ക് നോക്കാനുള്ളത് 2017 ഒക്ടോബർ മാസം ഇറങ്ങിയിട്ടുള്ള ജീട്ടോ കേട്ടോ. ഇതും പ്രൈവറ്റ് ആണ്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, 2 വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി ആക്കി കൊടുക്കണമെങ്കിൽ ടാക്സി ആക്കി കൊടുക്കാം. ഈ വിലയിൽ നിന്ന് എത്രയാണ് നമ്മൾ നിശ്ചയിക്കുന്ന വില, പ്രൈവറ്റിൻ്റെ വിലയിൽ നിന്ന്
ടാക്സി ആക്കാനുള്ള ചിലവിൻ്റെ പൈസ നിങ്ങൾ തന്നാൽ മതി, നമുക്ക് ടാക്സി വേണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഡോറാണ് കേട്ടോ. ആ വണ്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഡോറാണ്. ഇതാ നമ്മളെ കാറിൻ്റെ ഒക്കെ ഡിക്കി തുറക്കണം അതേമാതിരിയാണ്, ഫുൾ ഡോറാക്കി കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഫുൾ ക്ലിയർ ആണ്. ഇതാ ഒന്നും കൂടി ആ വണ്ടിൻ്റെ ആട്ടിൽ ഒന്നും കൂടി ഗ്ലാസ് വർക്കൊക്കെ ഒന്നും കൂടി സെറ്റപ്പ് ഉള്ളത് കേട്ടോ. പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ നമുക്ക് അപ്പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കാം. അതേമാതിരി ഇതിനൊരു ഡിക്കി സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാറിൻ്റെ സെയിം സിസ്റ്റം തന്നെയാണ്, ഡിക്കി സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊരു ആ ഒരു ഷോ കുറവ്, അതുകൊണ്ടാണ് ഈ ബാക്ക് ഇങ്ങനെ ഒരു ഡിക്കി സ്പോയിലറൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി ഒരു ഷോ കേട്ടോ. പിന്നെ ഇതിന് സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റിക്കർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, സൈഡിലെ സ്റ്റിക്കർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേമാതിരി ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് ടയറാണ്. ഇതും ഏകദേശം പകുതിയിൽ ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം ഫുൾ കട്ടാണ് ബാക്കത്തെ 2 ടയറും. അതേമാതിരി വീൽ കപ്പ് 2 വണ്ടിക്കും ഒരേ മാതിരിക്കത്തെ വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം കാറിന് വരുന്ന ടൈപ്പാണ്, ക്വാർട്ടർ ഗ്ലാസും അതേമാതിരി മെയിൻ ഗ്ലാസ്സും ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗം മറ്റേ വണ്ടിക്ക് നമുക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് സാധാ ടൈപ്പ് കാറിൻ്റെ ടൈപ്പാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഭാഗം നമുക്ക് പറയണ്ടല്ലോ, അത് ക്ലിയർ ആണ്. ഇത് 2010 ഒക്ടോബർ മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഇൻഷുറൻസ് ഏകദേശം നവംബർ മാസമാണ് ഉള്ളത് കേട്ടോ. ഈ വർഷം നവംബർ മാസമാണ് ഇതിൻ്റെ പേപ്പർ ഉള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലത്തെ ടയറും അതേമാതിരി തന്നെയാണ്. ടയറൊക്കെ ഒരു 50% ഓടാനുള്ള ബാക്കി 3 ടയറുണ്ട്. ഒരു ടയർ മാത്രം ഫുൾ കട്ടയിലുള്ള ടയറുണ്ട് കേട്ടോ. പിന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ ഈ സെയിം കളർ ടച്ച് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ള സീറ്റ് കവറാണ്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ കൊടുത്തിട്ടുള്ള സീറ്റ് കവറാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. കമ്പനി സീറ്റ് തന്നെയാണ് ബാക്കത്തതും ഫ്രണ്ടൊക്കെ. അതേമാതിരി മാറ്റും അതേമാതിരി മാച്ചാക്കി കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ മാറ്റും. ഇത് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കണതാണ് ഈ മാറ്റ് കൊടുത്താൽ കിട്ടിയത്. ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇതും ടച്ച് പോളിഷൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളതാണ്. ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ. അതേമാതിരി ഡാഷ്ബോർഡ് ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റെയറിംഗ് കവറ്, സ്റ്റീരിയോ ഒക്കെ ഉണ്ട്, അതേമാതിരി ഫാനുണ്ട്, എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. അതേമാതിരി ഇനി ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ്. ഇത് നമുക്ക് ഗ്ലാസ് താത്താൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അടച്ചുറപ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇതിപ്പോൾ വല്ല സെയിൽസിനൊക്കെ പറ്റിയ വണ്ടി ആക്കാനും പറ്റും, വണ്ടി അടച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ. ആ സൈഡിലും നമുക്ക് ഡോറിൻ്റെ ഗ്ലാസ് നമുക്ക് താത്താൻ പറ്റും. അതേമാതിരി തന്നെയാണ് സീറ്റൊക്കെ കണ്ടില്ലേ, നല്ല ക്ലിയർ ആക്കി സീറ്റ് കവർ നമ്മൾ അടിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ഇവിടെയും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലിയർ പ്ലാറ്റ്ഫോമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ മാക്സിമം കാണണം എന്ന് പറയുന്നത്. നമ്മളെല്ലാ ഭാഗവും കാണിച്ചിട്ടാണ്. കുറേ ആൾക്കാർ ലാഗൊക്കെ പറയും, അതൊന്നും നമുക്ക് കാര്യമില്ല. നമ്മളെല്ലാ ഭാഗവും കാണിക്കണോണ്ടാണ് നമ്മൾ ലാഗ്. ഈ ഭാഗത്ത് നമ്മൾ മഹീന്ദ്ര എന്നുള്ളൊരു ബാഡ്ജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ ഫുൾ ക്ലിയർ ആണ്. ബാക്കത്തെ ടയർ ഇതാ ഏകദേശം ഒരു ഹാഫ് കട്ടുണ്ട് കേട്ടോ. വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്കും നമ്മൾ ഇതേ വിലയാണ്, ഈ വണ്ടിക്ക് ചോദിച്ച അതേ വിലയാണ് നമ്മൾ ചോദിക്കണം കേട്ടോ. 3,40,000 റുപ്യ. ലോണിൻ്റെ ഇതേ സെയിം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സിവിൽ കാര്യങ്ങളോ പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കുക. സിവിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജില്ല മലപ്പുറം ജില്ലയും അടുത്തുള്ള വയനാട്, കോഴിക്കോട്, പാലക്കാടൊക്കെ ഏകദേശം ആ ഭാഗത്തേക്കുമാണ് നമുക്ക് ലോണ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. സേർ ടു ഫിനാൻസ് ആണ് കേട്ടോ. സിവിൽ കാര്യങ്ങൾ പ്രശ്നമില്ല. ഇനി ടാക്സി ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ടാക്സി ആക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതിലും ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് എല്ലാത്തിനും സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ 2 വണ്ടിക്ക് നമ്മൾ 3,40,000 ആണ് ചോദിക്കണത്. നെഗോഷ്യബിൾ റേറ്റാണ്. ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.